മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട്, ഈശോ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ വെള്ളം കോരി ഏതെങ്കിലും തൊടിപ്പോയി പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. അതെപ്പോഴും നമ്മൾ അറിയണം. വൃത്തിമേനയായിട്ട് ബൈബിൾ അറിയണം. അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും. ഏതെങ്കിലും വെള്ളത്തിൽ പോയി പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗങ്ങളാണ്. ലക്ഷ്യം സാധിക്കണമെങ്കിൽ തന്നെ ലക്ഷ്യം സാധിച്ചൊന്ന് നമ്മൾ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ അതെന്ത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളു. അപ്പം തന്നെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടെന്ന് പറയും. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത്. അപ്പോൾ അത് അനന്തരൻ രാജാവ്. ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധി ഉണ്ടാകണം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. എന്താ ഒന്നിനു വായിച്ചേ? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുത്തും. കർത്താവിന്റെ കൂടെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ്, രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട്, സത്യസന്ധമായ നിലപാട്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ അവസാനം ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ചൊല്ലിയ കാര്യങ്ങളല്ല. ഉടമ്പടി വിജയിക്കുന്നത് അതാണ്. അവസാനം കർത്താവ് നമ്മളോട് ചോദിക്കണത് എന്താണ്? നമ്മളെ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്ന്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി പറയുമ്പോൾ ഈ നഗ്നനെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സാക്ഷി ഞാൻ കേട്ടു. ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനായിട്ടൊരു മോള് പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും. ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും. അതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് സംഭവം. ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും. അതായത് ഈ കാരുണ്യപ്രവർത്തികൾ 7 എന്നല്ല, 70,000 ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. ആരാണ്? ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാമാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം യൂദാസ് പറഞ്ഞില്ലേ, വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ? കർത്താവിൻ്റെ പദാന്തികത്തിൽ ബെഥനിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റ് ആക്കണ പണം പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ്? അവൾക്ക് ചെയ്യാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:8 ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 7 കാരുണ്യ പ്രവൃത്തികളല്ല. എന്താണ്? ഓരോരുത്തർക്കും ഇവിടെ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കുള്ള 700 കോടി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആ മാളെന്ത് ചെയ്യുന്നതിനെ പറഞ്ഞ അശ്വതി എന്താ പറഞ്ഞത്? എനിക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മൻ B1 പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ B2 പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് B1 പഠിപ്പിച്ചു കൊടുക്കും.
ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവർത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ജുബിൻ എന്നും പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. 4 സപ്ലി ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് 7 സപ്ലി ആയിട്ട് കൂടി. അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ്, ഇപ്പം മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പക്ഷെ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട്. അവൻ്റെ പഠിപ്പിനത്തെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ കൂടെ. ഇപ്പം സപ്ലി കൂടിയേ, 3 സപ്ലി കൂടി. പരീക്ഷയുടെ അരിയർ വന്ന് കൊടിശിക വന്ന് തോറ്റു. 7 നേരത്തെ 4 തോറ്റുള്ളൂ, ഇപ്പോൾ 7 തോറ്റു. പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ടിപ്പോൾ മുമ്പത്തൊക്കെ കടമായല്ല, മുമ്പത്തൊക്കെ പ്രശ്നമായല്ല എന്നല്ല. അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത്, അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യമുണ്ട്. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക്കായിട്ടുള്ള സംഭവം എന്താണ്, പ്രസൻസ് തന്നെയാണ്. ഒരു സംശയമില്ല. ഉടമ്പടിയുടെ ബേസിക്ക് ഇത് നമ്മൾ ഒറ്റയില്ല. കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ. ആദ്യകാലം പോലെ ഇപ്പം പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താ പറയണത്, മനുഷ്യന് ഏകനായിരിക്കണത് അതൊരു നല്ല കാര്യമല്ലേ. കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരും. കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ്. അതിനെന്ത് ചെയ്യും, അതിന് മനുഷ്യൻ 2 കാര്യം ചെയ്യും. ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് തന്നെ കണ്ടെത്തും. ഭൂരിപക്ഷം പേരും അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾക്കറിയാം, ഞങ്ങളെ ജയിക്കണ പാടിൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകണമെന്നല്ല ഞാൻ പറയണത്. അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ, ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി, ഇണ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവികതയിൽ അതില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരണ്ടീഡാണ്. പക്ഷെ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശരിക്കും റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തെക്കാൾ പാടായിട്ട് വരും. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു. അതാണ് അവരുദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 43. ഞാൻ പറഞ്ഞ കണ്ടാൽ 63 ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം, എന്താ അങ്ങനെ പറഞ്ഞത്? അത് ശരിയാണ്. ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോയി ഡൈയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവത്തിലിരിക്കുകയാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ, മര്യാദയ്ക്ക് ജീവിക്കാവേ. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കാളി തേടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ വാതിക്ക് താക്കോൽ പോയിട്ട് കൃപാസനം വാദിക്കുമെന്ന് നോക്കിയാൽ താക്കോൽ കിട്ടുക. അതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്യാനുള്ള സംഭവം ഞാൻ ഉടനെ ചേച്ചിയോട് പച്ചമ നടത്തി പറഞ്ഞ്, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങൾ പറയും. ദൈവികമായ കാര്യങ്ങളാണ് ദൈവികമായിട്ട് സംസാരിക്കും, മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി. നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നം വന്നത്, ഇനിയിപ്പോൾ എന്നെ നോക്കാനാണ്, കെട്ടി കഴിഞ്ഞത് പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല ഞാൻ. പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരുന്നത്. വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ്. ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വൃത്തിമേനോട്ട് ജീവിക്കണം, ബോഡി കറക്റ്റ് ചെയ്ത് ജീവിക്കണം,
അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്, ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി കറക്റ്റായി നിൽക്കുക, ഭംഗിയായിട്ടിരിക്കുക, ഷേപ്പായിട്ടിരിക്കുക, ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് കടമയുടെ ഭാഗമാണ്. നമുക്ക് എടുത്ത കടമയുടെ ഭാഗമാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് ദൈവദരിസനത്തിനെതിരെ വിഷയം അവലാദ്യമായിട്ട് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇനിയിപ്പോൾ 2 പിള്ളേരായിപ്പോയി, ഇപ്പം എന്നാ നോക്കാനാ, ആരെ ബോധിപ്പിക്കാനാണെന്ന്. ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും? പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കവും എടുത്തു നോക്കിക്കുക. പഞ്ചായത്തുകാർ അപ്പോൾ എന്തെങ്കിലും പറയും, ബോധിപ്പിക്കാൻ ജീവിക്കാം. പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച് മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത് ബുദ്ധിപൂർവമായിട്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ദിവ്യ കാരുണ്യ സ്നേഹമേ അംഗീകാരായിരം സ്തോത്രമേക ഓ പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്നു നിന്ന് ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജോബി ജോർജ്. ഞാൻ പാലാ രൂപതയിലെ മുണ്ടാങ്കൽ ഇടവകാംഗമാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 22-ാം തീയതിയാണ്. അതായത് നാളെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 വർഷം പൂർത്തിയാവുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ എനിക്ക് ലഭിച്ച ഒരു ഹയർ സെക്കൻഡറി അധ്യാപക ജോലിയെക്കുറിച്ചുള്ള സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2018 സെറ്റ് എക്സാം പാസ്സായതിനു ശേഷം ഞാനൊരു 7 വർഷത്തോളം വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പെർമനൻ്റ് ഇൻ്റർവ്യൂ നടക്കണമായിരുന്നു. പക്ഷേ 2021 ഒരു ഭിന്നശേഷി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂ നടക്കാനുള്ള സാധ്യതയെ ഇല്ലാതായി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2024 വരെ ഞാൻ വിവിധ സ്കൂളുകളിൽ ഇങ്ങനെ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 38 വയസ്സായി. 1 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏജ് ഓവറാകും. ഈ ഒരു അധ്യാപക ജോലി അതോടുകൂടി എനിക്ക് അസാധ്യമായി തീരുമെന്നുള്ളൊരവസ്ഥ വന്നു. കൃപാസനത്തെക്കുറിച്ച് ഞാനിതിന് മുൻപ് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നതിനെക്കുറിച്ചോ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2024 ഞാൻ ഗസ്റ്റായിട്ട് ജോലി ചെയ്ത സ്കൂളിലെ ഒരു അധ്യാപിക, അതുപോലെ പലപ്പോഴായിട്ട് ഞാൻ കണ്ടുമുട്ടിയ പല വ്യക്തികളും എന്നോട് കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ എനിക്കും കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒരാഗ്രഹമുണ്ടാവുകയും തൽഫലമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 22-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഉടമ്പടി നിബന്ധനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അതുപോലെ സന്ധ്യാപ്രാർത്ഥന, ബൈബിൾ വായിക്കുന്ന കാര്യങ്ങൾ, കുംഭസ്നാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കി. അതിനുശേഷം ഒക്ടോബർ മാസമായപ്പോഴേക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്രതീക്ഷിതമായിട്ടൊരു പ്രമോഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെയ്ത ആ ജോലിയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. പിന്നീട് 2 മാസത്തോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നു. അതിനുശേഷം ജനുവരി മാസമായപ്പോഴേക്കും പാലാരൂപതയിൽ നിന്ന് തന്നെ എന്നെ ഒരു UP സ്കൂളിലേക്ക് വീണ്ടും ഡെയിലി വേജ് ആയിട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു മാർച്ച് വരെ ആ ഒരു ജോലിയിൽ തുടർന്നു.
പിന്നെ മെയ് മാസത്തിൽ പുതിയ ഗസ്റ്റ് ഇൻ്റർവ്യൂ വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ അതോടുകൂടി ഞാനൊരു ഏജ് ഓവറിലേക്ക് എത്തുന്നത് കൊണ്ട് ആ മെയ് മാസത്തിലെങ്കിലും ഇൻ്റർവ്യൂ നടന്നില്ല എങ്കിൽ, പെർമനൻ്റ് ഇൻ്റർവ്യൂ നടന്നില്ല എങ്കിൽ ആ +2 അധ്യാപക ജോലി എന്നുള്ളതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട്, അതായത് ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെയ് 24 എന്നൊരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയും അതിനുള്ളിൽ ഈ പെർമനൻ്റ് ഇൻ്റർവ്യൂ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ആ വർഷത്തെ ഗസ്റ്റ് ഇൻ്റർവ്യൂ മെയ് മാസത്തിൽ നടന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം മെയ് 9-ാം തീയതിയോടുകൂടി പെർമനൻ്റ് ഇൻ്റർവ്യൂവിനുള്ള സാങ്ഷനായി എന്ന് കോർപ്പറേറ്റിൽ നിന്ന് അറിയിപ്പുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചത് ഈ പെർമനൻ്റ് ഇൻ്റർവ്യൂവിൻ്റെ തടസ്സം ഒന്ന് മാറി ഞാൻ ഏജ് ഓവർ ആകുന്നതിന് മുൻപേ തന്നെ ഇൻ്റർവ്യൂ ഒന്ന് നടക്കണമെന്നായിരുന്നു. കാരണം ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ സെയിം കോർപ്പറേറ്റിൽ തന്നെ ഒരുപാട് വർഷമായിട്ട് ഗസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. ഏജ് വഴിയായി നോക്കുവാണെങ്കിലും സീനിയോറിറ്റി നോക്കുവാണെങ്കിലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി ഞാനാണ്. അപ്പോൾ ആ ജോലി കിട്ടുമെന്നെനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിനുള്ള പെർമനൻ്റ് ഇൻ്റർവ്യൂവിനുള്ള സാങ്ഷൻ ആയിക്കഴിഞ്ഞ് ആ വർഷം നടന്ന ഗസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ പുറത്തായി. അതായത് 8 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഗസ്റ്റ് ഇൻ്റർവ്യൂവിലും 1 അല്ല 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഞാൻ ആ വർഷത്തെ ഗസ്റ്റ് ഇൻ്റർവ്യൂ നടന്നപ്പോഴേക്കും ആ ലിസ്റ്റിൽ പോലും പേരില്ലാണ്ടായി. അതോടുകൂടി എല്ലാ പ്രതീക്ഷകളും എൻ്റെ മുമ്പിൽ അസ്തമിച്ചു. ഇനി പെർമനൻ്റ് ഇൻ്റർവ്യൂ നടന്നാൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഭയങ്കര അനിശ്ചിതാവസ്ഥയിലായി. എന്താണെങ്കിലും അതിനുശേഷം ഞാൻ ഏജ് ഓവറായ ആ ഒരു കാര്യം പരിഗണിച്ച് എന്നെ ഒരു UP സ്കൂളിലേക്ക് ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി പെർമനൻ്റ് ആക്കി വെച്ചു. ഞാനിവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും നിയോഗത്തിൽ വെച്ചതും എന്നെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാക്കി മാറ്റണേ എന്നായിരുന്നു. കാരണം 5-6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അത് നമ്മളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരുന്നു. ഈ ജോലി, അതായത് UP സ്കൂളിലെ ജോലി കിട്ടിയെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഹയർ സെക്കൻഡറി ഇൻ്റർവ്യൂവിൻ്റെ തടസ്സം മാറണം, ആ ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു. അതോടുകൂടി, അതായത് എന്നെ ഈ UPയിലേക്ക് പെർമനൻ്റ് വെച്ചതോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ജോലി കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. ഞാൻ ഈ ഏപ്രിൽ 4-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴേക്കും എനിക്ക് മാതാവിനെ കൈകളിൽ ഏന്താനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു. ഈ ഏപ്രിൽ മാസം മുതൽ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ മെയിൽ ഈ ഗസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനങ്ങൾ അതേപോലെ സാക്ഷ്യങ്ങൾ ഒരുപാടായിട്ട് കേൾക്കാൻ തുടങ്ങി. കൂടുതൽ സമയവും വീട്ടിലിരുന്ന് ജപമാല ചൊല്ലാനും പ്രാർത്ഥനകളിൽ മുഴുകാനും തുടങ്ങി. അതേപോലെ പെർമനൻ്റ് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് വളരെ കുറച്ച് സമയത്തേക്കായി ചുരുക്കി കൂടുതൽ സമയവും പ്രാർത്ഥനകളും ഇവിടുത്തെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നീക്കിവെച്ചു. അച്ഛനെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, ഉടമ്പടിയിൽ പ്രൊമോഷൻ ഇല്ല, പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത് എന്ന്. അപ്പം എന്നെ സംബന്ധിച്ച് അത് ശരിക്കും കറക്റ്റായി എന്നെ UP സ്കൂളിൽ പെർമനൻ്റ് വെച്ചു. അതോടുകൂടി എല്ലാ സാധ്യതകളും, അതായത് ഒരു +2 അധ്യാപികയാവാനുള്ള എല്ലാ വാതിലുകളും എൻ്റെ മുമ്പിൽ അടഞ്ഞു. ആ ഒരു അവസരത്തിൽ ഉടമ്പടി ധ്യാനത്തിലൂടെയും അതേപോലെ തന്നെ ഞാൻ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിലൂടെയും മാതാവ് എനിക്ക് എൻ്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഓരോ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അതായത് ഞാൻ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഞാൻ എടുക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഈ ഒരു അധ്യാപക ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഒരു സാക്ഷ്യം 22 വർഷമായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപികയാവാൻ ആഗ്രഹിച്ചിട്ട് മാതാവ് നിയമം മാറ്റി ഹയർ സെക്കൻഡറി അധ്യാപികയാക്കി മാറ്റിയ ഒരു അധ്യാപികയുടെ സാക്ഷി ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അതോടുകൂടി മാതാവ് എന്നെ സഹായിക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഒരു ബൈബിൾ വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ എടുത്ത് വായിക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പ്രത്യാശ നൽകുന്ന ബൈബിൾ വാക്യങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ UP സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ കഴിഞ്ഞ ജൂൺ 13-ാം തീയതി ആയിരുന്നു എൻ്റെ പെർമനൻ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഈ പെർമനൻ്റ് ഇൻ്റർവ്യൂവിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്.
അതായത് അതിന് മുൻപ് ഞാൻ പെർമനൻറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന് മുൻപ് ഇവിടെ വരികയും മാതാവിൻ്റെ അടുത്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിച്ചതിന് ശേഷമാണ്, അതായത് ഞാൻ നേരത്തെ മെയ് 24 എന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ആ മെയ് 24 എന്നുള്ള ആ ഡേറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. ആപ്ലിക്കേഷൻ ഫോം ഞാൻ സബ്മിറ്റ് ചെയ്തത് ഉടമ്പടി തൈലം അത് ആപ്ലിക്കേഷൻ ഫോമിൽ പൂശുകയും അതേപോലെ ഉടമ്പടി ഉപ്പ് അതിൽ വിതറുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതേപോലെ ഞാൻ അവിടെ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന മെമ്പേഴ്സിൽ ആരെങ്കിലും മാതാവിൻ്റെ നിറമായിട്ടുള്ള നീല അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ഗ്രേ കളറിലുള്ള ഒരു വസ്ത്രം ധരിച്ച ഒരു വ്യക്തി ഉണ്ടാവണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്താണെങ്കിലും ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഗവൺമെൻറ് നോമിനി അന്നൊരു ബ്ലൂ കളറിലുള്ള സാരിയാണ് ഉടുത്തു വന്നിരുന്നത്. ആ ഇൻ്റർവ്യൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വലിയ മെറിറ്റ് ഒന്നുമില്ല, കാരണം ഞാൻ 2010 PG കംപ്ലീറ്റ് ആയതാണ്, ഒരുപാട് വർഷത്തെ ഗ്യാപ്പായി. മാതാവ് എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ചോദ്യങ്ങൾക്ക് ഉത്തരം മാതാവ് പറയണം, അതേപോലെ ഈശോ ആയിരിക്കണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിലേക്ക് കടന്നത്. എന്താണെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മാതാവ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. 30 പേര് എൻ്റെ വിഷയത്തിന് മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. യങ്ങായിട്ടുള്ള പഠിച്ചിറങ്ങിയ എന്നെ കഴിഞ്ഞും ക്വാളിഫിക്കേഷനുള്ള മെറിറ്റുള്ള ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്ത ആ ഇൻ്റർവ്യൂവിൽ വെറും 2 പോസ്റ്റ് മാത്രമാണ് എൻ്റെ സബ്ജക്റ്റിനുണ്ടായിരുന്നത്. പക്ഷേ 1ാം റാങ്ക് നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഈ ജൂൺ 19-ാം തീയതി എനിക്കൊരു ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട്, അതും അമ്മ തന്നപ്പോൾ അതിലെ ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തന്നത്, അതിലൊരു സീനിയർ പോസ്റ്റ് തന്നെ നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ജൂൺ 19-ാം തീയതി ഹയർ സെക്കൻഡറിയിൽ ഒരു സീനിയർ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. തീർച്ചയായിട്ടും എല്ലാ വാതിലുകളും അടഞ്ഞ എൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന ഒരു വലിയ അത്ഭുതമാണ് ഈ ഒരു ജോലി. അതായത് ഈ കോർപ്പറേറ്റിലുള്ള വ്യക്തികൾ തന്നെ പറഞ്ഞു, വേറൊരു സ്ഥലത്ത് UP സ്കൂളിലേക്ക് ജോലി പെർമനൻ്റായി തന്ന സ്ഥിതിക്ക് ഇനി ഇത് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നുള്ളൊരവസ്ഥ വന്നിരുന്നു. കാരണം ഒരുപാട് പേര് ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ജോലി തന്ന ഒരു വ്യക്തിക്ക് പിന്നെ അത് മാറ്റിക്കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മ അതെനിക്ക് സാധിച്ചു തന്നു. അതേപോലെ ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഒരുപാട് വചനങ്ങൾ എൻ്റെ ഒരു നോട്ട്ബുക്കിൽ പലതവണ 1000 പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതാറുണ്ടായിരുന്നു. അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, അങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതാറുണ്ടായിരുന്നു. അതേപോലെ കൃപാസനം പ്രസാദവര മാതാവേ ആവേ മരിയ എന്നുള്ള വചനം ഒരു സിസ്റ്റർ ഇവിടെ ഒരു സാക്ഷ്യത്തിൽ പറയുന്നത് കേട്ടു. ആ സിസ്റ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയെന്ന്. ഞാൻ ആ ഒരു വചനം 1000 പ്രാവശ്യം എഴുതി. അതേപോലെ എപ്പോഴും പരിശുദ്ധ അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുമാണ് ഞാൻ നടന്നതും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും തന്നെ പോവുകയും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അതേപോലെ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും അവിടുത്തെ ക്ലീനിങ് ജോലികളിലൊക്കെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ പത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ടൗണിലും അതേപോലെ ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യാറുണ്ട്. മാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ ദിവസവും, അതായത് ഏപ്രിൽ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം 1-2 ദിവസങ്ങളിൽ മാത്രമേ പള്ളിയിൽ പോകാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകാനുള്ള കൃപയും എനിക്ക് തന്നായിരുന്നു മാതാവ്. അതേപോലെ ആത്മീയമായിട്ടാണെങ്കിലും ഒരുപാട് ദൈവത്തോടടുക്കാനും കൂടുതൽ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാനും എനിക്ക് സാധിച്ചു.